ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു വെജിറ്റബിൾ സ്റ്റൂ കറിയാണ് ഉണ്ടാക്കുന്നത്. വെജിറ്റബിൾ സ്റ്റൂ എന്നോ വെജിറ്റബിൾ കറി എന്നോ ഒക്കെ പറയാം. നമുക്ക് ഇടിയപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും അപ്പത്തിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി വെജിറ്റബിൾ കറിയാണ്. അപ്പോൾ അതിന് വേണ്ടി ഉരുളക്കിഴങ്ങും ക്യാരറ്റും എടുത്തിട്ടുണ്ട്, സവാള എടുത്തിട്ടുണ്ട്, പച്ചമുളക്, തക്കാളിക്ക, ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു പട്ട എടുത്തിട്ടുണ്ട്, പിന്നെ കറിവേപ്പില, പിന്നെ മല്ലിയിലയും വേണേ. അപ്പോൾ ആദ്യം ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് പെട്ടെന്ന് ഒരു 10 മിനിറ്റും കൊണ്ട് കറി ഉണ്ടാക്കി റെഡിയാക്കി എടുക്കും. അപ്പോൾ ആദ്യം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു, ഒരു പട്ടയുടെ പീസ് ഉണ്ടല്ലോ അതും ഇട്ടു, ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ ആദ്യം ഇട്ടു, പിന്നെ സവാള, പച്ചമുളക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് ബാക്കി എല്ലാ പച്ചക്കറിയും കൂടെ നോക്കി ഇട്ട് കൊടുക്കാവേ. ഉള്ളി ഒന്ന് ചെറുതായിട്ട് വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് ബാക്കി കട്ട് ചെയ്ത് വെച്ചേക്കുന്ന തക്കാളിക്കും ക്യാരറ്റും ഉരുളക്കിഴങ്ങും എല്ലാം കൂടെ ഇട്ട് കൊടുക്കുവാണേ. നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം, കുക്കറിൽ ഉണ്ടാക്കുന്നത് കൊണ്ട്. അപ്പോൾ ഇതും നന്നായിട്ടൊന്ന് വഴറ്റി കുറച്ച് ഉപ്പും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് വഴറ്റിയിട്ട് നല്ല ചൂട് വെള്ളം ഒഴിച്ചിട്ട് ഒരു 3 വിസിലടിച്ച് വേവിക്കാം നമുക്ക്. ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് കുക്കറിൻ്റെ അടപ്പ് വെച്ച് അടച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. 3 വിസിൽ മതി, അതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടുവേ. മൂന്ന് വിസിൽ അടിച്ചാൽ മതി, കഷ്ണമെല്ലാം പെട്ടെന്ന് വെന്ത് വരുവേ. ഇനി അപ്പോൾ നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അരപ്പിന് വേണ്ടി തേങ്ങ ചിരകിയതെടുത്തിട്ടുണ്ട്, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, പിന്നെ 3-4 കാഷ്യൂനട്ട് പറങ്ങാണ്ടി എടുത്തിട്ടുണ്ട്. പറങ്ങാണ്ടിയാണ് ഇതിൻ്റെ മെയിൻ ടേസ്റ്റ് മേക്കറ്. നല്ലൊരു തിക്നെസ്സും വരും, കറിക്ക് നല്ലൊരു ടേസ്റ്റും വരും. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. ഇതിൽ ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാവേ. തേങ്ങ നല്ലതായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണമേ. ഇനി നമുക്ക് വെന്തിരിക്കുന്ന കഷ്ണത്തിലോട്ട് ഇത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കറി ഒത്തിരി തിളപ്പിക്കൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാവേ. അതിനുശേഷം ലാസ്റ്റിൽ കടുക് താളിച്ചൊഴിക്കാം. നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള വെള്ളം ചേർക്കാം. കറി ഒത്തിരി ലൂസായിട്ട് വേണ്ടവർക്ക് വെള്ളം കൂടുതൽ ഒഴിക്കാം. ഞാൻ കുറച്ച് തിക്കായിട്ടാണ്, അപ്പോൾ അധികം വെള്ളം ഒഴിച്ചിട്ടില്ല. കുറുകിയിരിക്കുന്ന കറിയാണ്. പിന്നെ അവസാനം കുറച്ച് മല്ലിയിലയും കൂടെ ചേർക്കുവാണ്. പിന്നെ കടുക് താളിക്കുന്ന ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച്, ഇപ്പം ആദ്യം വേണമെങ്കിൽ നമുക്ക് എണ്ണയിലിട്ട് വഴറ്റുമല്ലോ, അന്നേരം വേണമെങ്കിലും കടുക് ഇടാം. ഇപ്പം ഞാൻ പക്ഷേ ലാസ്റ്റിൽ ഒന്നുകൂടെ കടുക് പൊട്ടിച്ചൊഴിക്കുവാണ്. അപ്പോൾ അതിനൊന്നുകൂടെ ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ലാസ്റ്റിൽ കടുക് പൊട്ടിക്കാൻ വെച്ചേക്കുവാണ്. പാത്രം വെച്ചു, ഓയിൽ ഒഴിച്ചു, എന്നിട്ട് കടുക് ഇട്ട് കൊടുക്കുക. പിന്നെ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ഒരു വറ്റൽമുളകും കൂടി ഇട്ടിട്ട് താളിച്ച് കറിക്കകത്തിൽ അവസാനം ഒഴിക്കുവാണ്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക. പൊട്ടിച്ചത് ഒഴിച്ചു കൊടുക്കുവാണ്. ലാസ്റ്റിൽ കടുക് പൊട്ടിച്ചൊഴിക്കുമ്പോൾ ഒരു നല്ലൊരു ഫ്ലേവർ വരും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.